അപ്പോൾ ചങ്ങായിമാരെ ഇന്ന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി കുറച്ച് നേരത്തെ എണീച്ച് റെഡിയൊക്കെ ആയി നിൽക്കുമ്പോഴാണ് നമ്മളെ ജോയൽ ഇന്ന് ഡ്യൂട്ടിക്ക് വരുന്നില്ല പറഞ്ഞു. അപ്പോൾ ആകെ ചടച്ചിങ്ങനെ നിൽക്കുകയാണ്. ഞാനാണെങ്കിൽ റെഡി ആയും ചെയ്തു, പോവല്ലാതെ രക്ഷയില്ല. അപ്പം ഇന്നിപ്പോൾ എന്താ ചെയ്യുക, പോയല്ലേ പറ്റുള്ളൂ. ഓനാണെങ്കിൽ ഇന്ന് വരാനൊരു മൂടില്ല, ഓനില്ലാത്തതുകൊണ്ടൊരു രസമില്ല. അപ്പോൾ ഏതായാലും ഞാൻ ഇന്ന് പോകാൻ തന്നെ തീരുമാനിച്ച്. അപ്പോൾ നമുക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് വന്നെന്ന് നോക്കണം കേട്ടോ. ആ ഫുഡ് വന്നവിടെ എടുക്കലൊക്കെ തുടങ്ങിയ ആൾക്കാർ. ഓരോരുത്തർ നല്ല ആദ്യം തന്നെ നല്ല നല്ല സാധനങ്ങളൊക്കെ എടുത്ത്. എന്താടാ ബിരിയാണിയാ? ചോറ് അടിച്ചു പറ്റിക്കൊണ്ട് പോവുക. അത് ശരി. അവിടുന്ന് സ്പെഷ്യൽ മീനൊക്കെ ഉണ്ട് ഗൈസ്. ചോറ്, പപ്പടം, ഉപ്പേരി, എന്താടാ മീൻകറിയും സാമ്പാറോ? സാമ്പാറല്ലേ? മീൻകറി ഉള്ളൂ. ചേടാ ഞങ്ങളൊന്ന് ജ്യൂസ് അടിക്കണമെന്ന് വിചാരിച്ച് പുറത്ത് വെച്ചാണ്ടത്, പക്ഷെ തണുപ്പ് വിട്ടിട്ടില്ല. സ്ട്രോബെറി ജ്യൂസ് ആക്കിയേക്കാം. പെട്ടെന്നാക്കത് ചോറും കഴിഞ്ഞിട്ടല്ലേ ആക്കാൻ പറ്റുള്ളൂ. നോക്കി എടുത്തൂല്ലേ ജി? അത് ശരി. ആ ഇന്ന് വരുന്നുണ്ടോ? അത് പറയരുത്, ഇനി വരണം. ഇനി ഇല്ലെങ്കിൽ ഒരു രസമല്ല. ഉറക്കം നെയ്ച്ചൊരു കിളിവാറി വരികയാണ് ഗൈസ്. ഇവിടെ എന്തത് എല്ലാരും ലീവാക്കിയത്? ഞാനും നെജിമുക്കാണ് ലീവാക്കിയത്. കളറാക്കിയാൽ നമ്മള് നെജിമുക്ക് പോണ്ട്. ആ നെജിമുക്ക് പോണ്ട്. അത് ചാർജായി ജോയില് ചാർജായി. ഇജ്ജ് എന്താ വരാത്ത? എന്താ ഇന്നലെ എന്താ ലീവാക്കി? നെജിമ ബാത്റൂമിൽ നെജിമ ഓൻ ജോലി എടുത്താൽ ലീവ് എടുക്കാം. സുഹൃത്തൊക്കെ കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കണ്ട ഗൈസ്. എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കാണ് ഗൈസ്. എന്താണ് സുഹൃത്തൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കി കുക്ക് ചെയ്ത് വേർത്ത് കുളിച്ചിക്കണ്. മൂപ്പര് മാത്രമേ കുക്ക് ചെയ്യണുള്ളൂ, ഞങ്ങളൊക്കെ പുറത്തുനിന്ന് ഓർഡർ ആക്കല. എന്നാ പോയി റെഡി ആകും. വെറുതെ ഒരു രസം എന്തേലും വേണ്ടതാ. മുനീർ എണീച്ചില്ലടാ? മുനീർ എണീച്ചില്ല? സമയമായല്ലോ. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ റൂം ഇട്ട് കൊട്ടാരം. ഇവിടെ ഒരുത്തുണ്ടായി, ഞാൻ നാട്ടിൽ പോയി. നല്ല പണി നമുക്ക് വന്നിട്ടാണ് പോയത്. ഇത് പിന്നെ ബിനുവേട്ടൻ്റെ റൂം. ബിനുവേട്ടൻ അവിടെ, ഞാൻ ഇതാ അതിൻ്റെ സ്വകാര്യ ഏരിയ ഉണ്ട്. ഇത് നമ്മൾ ടെറിട്ടറിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥകൾ. നമുക്ക് ജ്യൂസ് അടിക്കാനുള്ള പരിപാടി നോക്കാം. ഫുഡുണ്ട്, ഫുഡ് കഴിക്കണം. കുളിച്ച് റെഡി ആയി പോകാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് കുറച്ച് നേരത്തെ ആയിപ്പോൾ. ഇന്ന് ജോലി ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ചടപ്പിലിങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ഓനെ ഷാർട്ടാക്കിയിട്ടുണ്ട്. ഇൻഷാല്ലാ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ, നമ്മളെ സാധനം തീക്കാനിടുക. മിക്കവാറെല്ലാം കൂടി ഇപ്പോൾ കൊഴിഞ്ഞാടും. ഇതിലിപ്പോൾ അവിടെ പാല് വയ്ക്കുക. പാല് പിന്നെ നമുക്ക് പാലിനൊരു പഞ്ഞില്ല ഗൈസ്. പാല് നമുക്ക് യാതൊരു പഞ്ഞില്ലാത്ത സാധനമാണ്. എന്താ കാരണം എന്നറിയോ? ഫ്ലൈറ്റിൽ നിന്ന് അടിച്ചു മാറ്റി പോരും. പാലിന് യാതൊരു വിധ ഇതും ഇല്ല കേട്ടാ. അടഞ്ഞില്ലേ? എന്താ പാലിന് യാതൊരു. തലക്കാലം നമ്മൾ ഇവിടെ നിർത്താല്ലേ? കൊള്ളാൻ സാധ്യതയുണ്ട്. എവിടെ സമയം 4 മണിയായിട്ടോ. നമുക്ക് പോകാനുള്ള നേരം. എനിക്കാണെങ്കിൽ റൊട്ടിയൊക്കെ മേടിക്കണം, രാത്രി കഴിക്കാനുള്ള റൊട്ടി. എന്താ വരാത്ത? അപ്പോൾ നമ്മൾ റൂം വയ്ക്കും. പുറത്തിയാടാണ്. അയ്യവാ പുറത്തെത്തി. റൂം പൂട്ടിയില്ലെങ്കിലേ ഇതിനുള്ള പല വിലപ്പെട്ട സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ തറവാട്ടിലൊന്ന് പോകണം. ജ്യൂസ് അടിച്ച് വെച്ചിരിക്കണതാണ്. നമ്മളെ തറവാട് റൂം കണ്ടെങ്കിൽ തറവാട് റൂം കാണിച്ചു തരാം. തറവാട് റൂം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചു തന്നാണല്ലോ അല്ലേ?
നീ ഇതുവരെ കഴിച്ചില്ലേ? റെഡിയാ വേറെ റെഡിയാ വേറെ നോക്ക്. കളിക്കല തമാശ കളിക്കണ കളിയല്ല നീ. അയ്യോ റെഡിയാ പോണ്ടേ? 4 റൊട്ടി വരെ അമ്മ 2 റൊട്ടി വരെ അതന്നെ എനിക്കൊന്നും മതി. ഓക്കെ നജുമോനൊന്നും ആ അപ്പോൾ തീരുമാനമായി. അപ്പോൾ ഗൈസ് ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അതും കുടിച്ചാണ്ട് പോവാം. ഗ്ലാസ് എവിടെ? എന്ത് അതൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് ആവും, ഒന്നും പറയാൻ പറ്റില്ല. പോസ്റ്റ് ആവുമ്പോൾ പോസ്റ്റ് ആവും, ഒഴിവുള്ളതിനനുസരിച്ച് പോസ്റ്റ് ഇടും. ഞാൻ എൻ്റെ ബാഗ് അടച്ച് ആ ഓക്കെ. അതെ ഗൈസ് നമ്മൾ ഗ്ലാസ് എടുത്ത് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് അടിച്ചു മാറ്റുന്ന ഗ്ലാസ് ആട്ടോ അതൊക്കെ. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഗ്ലാസ് വരെ ഉണ്ട്. ഫ്ലൈറ്റിൽ നിന്ന് എടുക്കാൻ കൊണ്ടുവരാം. ഒരു വിധപ്പെട്ട സാധനങ്ങളൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ. ഫ്രിഡ്ജിലാന്ന് തോന്നുന്നുണ്ട്, അവിടെ ഉണ്ട്. അപ്പം ഇനി ജ്യൂസ് കുടിച്ചിട്ട് ബാക്കി സംസാരിക്കാം. അപ്പോൾ നമ്മൾ റൊട്ടി മേടിക്കാൻ വേണ്ടി പോവാ. പുറത്തിറങ്ങി. ഒന്ന് നല്ല ചൂടാണല്ലോ, നല്ല വൃത്തിക്ക് ചൂടുണ്ട് കേട്ടോ. ജ്യൂസ് മധുര ലേസം കുറഞ്ഞുപോയി. നമ്മൾ റൊട്ടി മേടിച്ചിട്ട് വരാം. രാത്രി റൊട്ടി അടയ്ക്കൽ, ഒരു നേരം ചോറ് കഴിക്കും, രാത്രി റൊട്ടി. പിന്നെ പറയാൻ പറ്റില്ല കേട്ടോ, ഫ്ലൈറ്റിൽ നിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ എടുത്ത് അടിക്കും. മിക്കവാറും കിട്ടലും ഉണ്ട്. അപ്പോൾ 2 നേരം ചോറില്ലാതെ പറയാനും പറ്റൂല. ആ കട ഉണ്ടോ, ആ കടയിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് മേടിക്കൽ. പക്ഷേ ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫൈന് കിട്ടും. ഇവിടെ സീബ്ര ക്രോസ് ഇല്ല, അതുകൊണ്ട് അവിടുന്ന് ഇപ്പോൾ മേടിക്കാൻ പറ്റില്ല. നമ്മൾ ഈ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് മേടിക്കൽ. അപ്പോൾ വേണ്ട കൈസ് നമ്മൾ റൊട്ടി വാങ്ങണേ. നമ്മൾ കണ്ട റൊട്ടിയൊക്കെ എടുത്തു. നമ്മൾ വീണ്ടും ബസ്സിൻ്റെ അടുത്തേക്ക് നടക്കുക. ആൾക്കാരൊക്കെ വരാനാവണേ ഉള്ളൂ. 4:30 വണ്ടി എടുക്കുക. വേണ്ട കൈസ് ഞങ്ങൾ ഏരിയ ആ റൂമിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മളെ KFC ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടുന്ന് ആരും കഴിക്കാറില്ല. നമുക്ക് KFCനേക്കാളും താല്പര്യം അൽബൈക്കാണ്. ഇതൊരു ഫുഡ് സ്ട്രീറ്റാണ് കേട്ടോ. ഇവിടെ ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും ഫുഡ് ഇവിടെ കിട്ടും. ഈ തല മുതൽ ആ തല വരെ ഫുഡാണ്. ഷാറ ഖുറൈഷ് എന്നാണ് ഇതിന് പറയുക, ഈ സ്ഥലത്തിന് പേര്. കണ്ടോ ഫുഡ്. അവിടെ ഒരു ഹോട്ടൽ, അപ്പുറത്തൊരു ഹോട്ടൽ, താഴെ ആറ്റം വരെ ഹോട്ടലാണ്. ആ ലാസ്റ്റ് എൻഡിൽ റൊമാൻസിയ മുതൽ എല്ലാ ഐറ്റംസും ഉണ്ട്. ആ അറ്റത്ത് പോയാൽ മാക്ഡൊണാൾഡ്സ് എല്ലാം ഉണ്ട്. ഒരു ഫുഡ് സ്ട്രീറ്റ്. പിന്നെ പല മന്തിക്കടകൾ, തുർക്കിഷ് ഗ്രില്ല്, അത് വേറൊരു ഹോട്ടലാണ്. ഫുഡുകൾ കൊണ്ട് ആഡംബര കളി അവിടെ ഈ സ്ട്രീറ്റിൽ കേട്ടോ പ്രത്യേകിച്ച്. പക്ഷേ മലയാളി ഹോട്ടലില്ല, അവിടെ നമ്മൾ പോയിട്ടാ. മലയാളി ഹോട്ടലിന് അതിലങ്ങോട്ട് പോകണം, കുറച്ച് നടക്കണം. അല്ലെ പിന്നെ അതിലങ്ങോട്ടൊരു വഴിയുണ്ട്, അതും കുറച്ച് നടക്കണം. ഇതാട്ടോ നമ്മൾ പോണ വണ്ടി. ഇതല്ല, ഇത് കോമ്പൗണ്ട് വാൽ പോണാണ്. എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോണത് ആ ബസ്സാണ്. ഇതാ നമ്മളെ ഡ്രൈവർ സുഖു. ഡ്രൈവർ സുഖമാണ്, ഞങ്ങൾ ഡ്രൈവറാണ്. ചാല ടീക്കെ. അപ്പം നമ്മൾ വണ്ടി കയറി നോക്കാം അല്ലേ, എന്താ സ്ഥിതി. കോർഡിനേറ്റർ റാംപാസാ റിന്യൂ ചെയ്യാൻ വേണ്ടി എൻ്റെ തന്ന. ആരും വന്നില്ല, ഞാനാ ഫസ്റ്റ്, ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. ആരും വന്നില്ല കേട്ടോ. ഇതിൻ്റെ സ്ഥിര സീറ്റ്, അതാണ് എൻ്റെ സ്ഥിരം സീറ്റ്. ടയറിൻ്റെ നേരെ മേലെ. ഓരോരുത്തർ വരട്ടെ, എല്ലാവരും വരട്ടെ. അപ്പൊ ഗൈസ് ഓരോരുത്തരായിട്ട് വന്നു. മുനീറ, ആ അതാണ് നമ്മളെ സലാംക. ഏറ്റവും വേക്കില കൈവക്കില തള്ള സുഹേല്. ചേട്ടാ അല്ല അത് പറയരുത്, ആളുകൾ കുറെ വരാണ്ട്. എവിടെ നെജുമുക്ക? ലാസ്റ്റ് വണ്ടി വന്നില്ല. ലാസ്റ്റ് വണ്ടിയാണ് നെജുമുക്കും ജോയലും. പിന്നെ ആരന്ന് അഭിരാജ് ലീവ് അല്ലേ? അഭിരാജ് ലീവ്. ലാസ്റ്റ് വണ്ടി വരാണ്ട്. സമയം എത്രയായി? 31 ആയല്ലോടാ. എന്താ വരാത്ത? ആ എന്തിനാണ് നിങ്ങളിത് ഞാൻ പേര് കയറ്റാനുള്ള പരിപാടിയാ?
നിങ്ങൾ നേരിലാക്കാള എന്ത് റെഡി കരക കാര്യം പറയും ലാസ്റ്റ് വണ്ടിക്കാരത് നമ്മളെ ജ്യൂസ് എങ്ങനെയുണ്ട്? വളരെ മോശം, മധുരം കുറഞ്ഞു പോയി ഗൈസ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ജ്യൂസൊക്കെ നല്ല അടി അടിക്കണ്ട് ഇവിടെ. എന്താണ് മജാദിന ഒരാളുണ്ടോ? ശരി. ആ എന്നാരൊക്കെ കൊറേ പച്ചകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനുള്ളിൽ പച്ചകള കയറ്റില്ലല്ലോ. എയർപോർട്ടിന്റെ ഉള്ളില് ആണോ? വീണ്ടും അപ്രൂവ് ആയോ? പിന്നെ അപ്പൊ കഴിച്ച് ഞങ്ങളെ കുറച്ച് കളിച്ചിരി തമാശ ഞങ്ങളെ ഓൺ പ്രയോറിറ്റി. അപ്പൊ നമുക്ക് പിന്നെ എപ്പോഴൊക്കെ പറയാം. വയ്യ. അപ്പൊ ഗൈസ് ശരി എന്നാല്.